ഇന്നത്തെ വീഡിയോ ഏലകൃഷിയെക്കുറിച്ചാണ്. ഇത് നമ്മുടെ പറമ്പിലെ ഏലകൃഷിയാണ്. ഈ നിൽക്കുന്ന ഏലം 8 വർഷമായതാണ്. ഏലത്തൈ നട്ട് കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് വിളവെടുപ്പ് ആരംഭിക്കുന്നത്. ഒരു വിളവെടുപ്പിന് ശേഷം 40-45 ദിവസമാകുമ്പോൾ അടുത്തതെടുക്കാറാകും. വേനൽക്കാലത്ത് ഏലകൃഷി നനയ്ക്കാൻ ജലസൗകര്യമുള്ളവർക്കാണെങ്കിൽ കായെടുപ്പ് നിർത്താതെ ഉണ്ടായിരിക്കും. ഇല്ലാത്തവർക്ക് വർഷത്തിൽ 7 പ്രാവശ്യം വിളവെടുക്കാം. ഏലകൃഷിക്ക് ഒരുപാട് വളത്തിൻ്റെ ആവശ്യമില്ല. വർഷത്തിൽ 2 തവണയൊക്കെ ചെയ്താൽ മതി. ഏലകൃഷിക്ക് മരുന്നടിക്കുന്നത് എല്ലാ മാസവും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പല രോഗങ്ങൾ കൃഷിക്ക് സംഭവിക്കാം. ഇവിടെ ഇപ്പം പടുതാക്കുളം കുഴിച്ച് വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പടുതാക്കുളം ഉണ്ടെങ്കിൽ നമുക്ക് വേനൽ സമയത്ത് ഏലകൃഷി നനയ്ക്കാൻ ഇതിൽ നിന്ന് വെള്ളം എടുക്കാവുന്നതാണ്. ഇതാണ് ഏലത്തട്ട. ഇതാണ് ചിമ്പ്. ഇതുപോലെ തട്ടയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ചിമ്പ് ഉണ്ടെങ്കിൽ മഴക്കാലത്ത് നമുക്ക് പറിച്ച് നടാവുന്നതാണ്. ഇതാണ് ചരം. ഈ ചരത്തിൽ നിൽക്കുന്ന കായില്ലേ, അതിന് കൊത്തെന്നാണ് പറയുന്നത്. ഏലക്ക നന്നായിട്ട് പഴുത്ത സമയമാണെങ്കിൽ നമുക്കൊരു കൊത്തിൽ നിന്ന് 3-4 കാ വരെ എടുക്കാം. ഒരു ഏലത്തൈ നട്ട് കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് വിളവെടുപ്പ് ആരംഭിക്കുന്നത്. അതിൽ നിന്നും 20-30 വർഷം വരെയൊക്കെ വിളവെടുക്കാം. അത്രയും വർഷം ആകുമ്പോഴേക്കും കാ ഒരുപാട് കുറയും. പിന്നീട് ആ ഏലം പറിച്ച് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പുതിയ തൈ നട്ട് പിടിപ്പിക്കണം. എന്നിട്ട് അതിൽ നിന്നും വിളവെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.